വേദയുടെ അടുത്ത ആഴ്ചയിലെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപ്തിയുടെ കാര്യത്തിൽ വേദ വല്ലാതെ ഭയപ്പെടുകയാണ്. അതായത് വരുണായിട്ട് ദീപ്തി ഉണ്ടാക്കിയ ആ ഒരു ബന്ധത്തിലാണ് വേദ വളരെയധികം ഭയപ്പെടുന്നത്. കാരണം വരുണിൻ്റെ സ്വഭാവം നല്ലതല്ല എന്നാണ് വേദ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും ദീപ്തി അതിൽ നിന്നും പിന്മാറുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അനുസരിക്കാനും തയ്യാറല്ലായിരുന്നു ദീപ്തി. അപ്പോൾ വേദ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ദീപ്തി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിക്രത്തിനോടാണെങ്കിലും വേദ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വിക്രത്തിൻ്റെ വഴി നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ വേദ പറയുകയാണ്, വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുകയാണ് വേദ. അങ്ങനെ ശ്രീജി ആണെങ്കിൽ വഴിയിൽ വെച്ച് ദീപ്തിയെ കാണുകയുണ്ടായി. അപ്പോൾ വേദയ്ക്ക് ഉള്ള ഒരു സങ്കടവും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ശ്രീജി ദീപ്തിയോട് സംസാരിച്ചു. പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായില്ല. കാരണം ദീപ്തി പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അത്രയ്ക്കും ഉറച്ചു നിൽക്കുകയാണ് വരുണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആരൊക്കെ ശ്രമിച്ചിട്ടും ദീപ്തി മാറാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേദ തന്നെ അവസാനം വരുണിൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ വരുണിൻ്റെ അമ്മ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് മുഖത്തിന് വരുണിൻ്റെ. ആ സമയമാണ് വരുണിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് കാര്യങ്ങൾ വേദ പിന്നീടാണ് വരുണിനെ കുറിച്ച് മനസ്സിലാക്കിയത്. എല്ലാവരും വിചാരിച്ച പോലെ അത്ര മോശക്കാരനല്ലെന്ന്. വരുണിൻ്റെ ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ ദീപ്തിയുടെ കാര്യങ്ങൾ അറിഞ്ഞ് ശ്രീകാന്ത് പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷേ ദീപ്തി അതിനെയെല്ലാം സധൈര്യം നേരിടുകയും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം വേദയുടെയും വിക്രത്തിൻ്റെയും അടുപ്പം കൂടുകയാണ്. ആ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ അമ്പലത്തിൽ ഒരുമിച്ച് പോകുന്നു. നല്ല സ്നേഹത്തിലാണ് രണ്ടുപേരും. വിക്രം വേദയ്ക്ക് ഒരു പുടവ ആദ്യമായി വാങ്ങിക്കൊടുക്കുന്നു. വേദ അത് സന്തോഷത്തോടെ വാങ്ങുന്നു. അതായത് പറയാതെ പരസ്പരം അവർ സ്നേഹിച്ചു തുടങ്ങുകയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും അടുത്ത ആഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വരുണിൻ്റെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള സ്റ്റോറി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേദയും വിക്രമും കൂടുതൽ അടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റോറി ആയിരിക്കും അടുത്ത ആഴ്ച. ഓരോ ദിവസത്തെയും സ്റ്റോറിക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.